മുല്ലപ്പൂക്കൾ അർച്ചനയ്ക്ക് എടുക്കുമോ എന്നൊരു ഭക്ത ചോദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. സന്ധ്യാസമയത്ത് വിരിയുന്നതായതുകൊണ്ടാണ് മുല്ലപ്പൂക്കൾ അർച്ചനയ്ക്ക് എടുക്കാത്തത്, അർച്ചനയ്ക്ക് വിലക്കുണ്ട് എന്നാണ്. അത് എവിടെ നിന്നോ കേട്ടു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ മുല്ലപ്പൂക്കൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ നോക്കുക, ക്ഷേത്രത്തിനകത്ത് അതായത് ഭഗവാനെ ചാർത്താനായിട്ട് മുല്ലപ്പൂക്കൾ കൊണ്ട് മാലയൊന്നും കെട്ടാറില്ല കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പൂക്കൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ്. അത് ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അഭിഷേകങ്ങൾ കൊണ്ടൊന്നും അത് പോയിന്ന് വരില്ല. അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. ഇപ്പോൾ ശംഖുപുഷ്പം പോലെയുള്ള പൂക്കളൊക്കെ അതിൻ്റെ ഇതളുകൾ വളരെ സോഫ്റ്റാണ്, അതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് കേട്ടോ. അല്ലാത്ത പക്ഷം നമ്മൾ മുല്ലപ്പൂവൊക്കെ ആയിട്ട് മാലയൊക്കെ ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അവിടെ ഉള്ള തൂണുകളിലൊക്കെ ചാർത്താറുണ്ടല്ലോ. അതല്ലാതെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ പള്ളിവെട്ടേര സമയത്താണ്. ഭഗവാന് കിടക്കാനായിട്ടുള്ള മെത്തയൊക്കെ ഒരുക്കുമ്പോൾ അതിൽ മുല്ലപ്പൂക്കളാണ് വിതറുക. ശയ്യാപൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്, അതിന് മുല്ലപ്പൂക്കളാണ് ഉപയോഗിക്കുക. എന്നിട്ട് ഈ പൂക്കൾ ഭക്തർക്ക് പ്രസാദമായിട്ട് പിറ്റത്തെ ദിവസം ലഭിക്കുകയും ചെയ്യും. അതായത് ആറാട്ട് കഴിഞ്ഞിട്ട് പുലർച്ചെ പശുക്കുട്ടി ഇങ്ങനെ ഭഗവാനെ ഉണർത്തുമല്ലോ, അതിനുശേഷം ഭഗവാൻ കിടന്നത് പ്രസാദമാണല്ലോ, അത് ഭക്തർക്ക് നൽകുകയും ചെയ്യും. അങ്ങനെ മുല്ലപ്പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും അർച്ചനയ്ക്ക് മുല്ലപ്പൂക്കളും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതിനെ കാരണമായിട്ട് പറയുന്നത് സന്ധ്യയ്ക്ക് വിരിയുന്നു എന്നാണ്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തതെന്നാണ് ആ ഭക്ത പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പല പൂക്കളും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ നന്ദ്യാർവട്ടം സന്ധ്യാസമയത്താണ് ചിരിക്കുക, കുറച്ച് കഴിഞ്ഞ് അതിങ്ങനെ വിടർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ പവിഴമല്ലിക്ക് ഇരുട്ടാവുമ്പോഴേക്കും വിടർന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. ശിവക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, കൂടുതൽ അങ്ങനെയായിട്ടോ ഞാൻ കണ്ടിരിക്കണേ. അവിടെയൊക്കെ അർച്ചന കഴിഞ്ഞിട്ട് പ്രസാദം ലഭിക്കുമ്പോൾ അതിൽ പവിഴമല്ലി പൂക്കളൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ ഇതളുകൾ മുല്ലപ്പൂവിനേക്കാളും സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇതളുകളാണ്. അപ്പോൾ ഈ പൂക്കളെല്ലാം വിരിയുന്നത് സന്ധ്യാസമയത്താണ്. ഇപ്പം മുൻപൊരിക്കൽ ഞാൻ അത് പറഞ്ഞപ്പോൾ അതിന് ചുവടെയായിട്ടൊരു ഭക്തൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെളുത്ത പൂക്കളെല്ലാം വിരിയുക സന്ധ്യാസമയത്ത്, അതായത് രാത്രി സമയത്താണ് വിരിയുക. അത് നിശാശലഭങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രകൃതിയുടെ ഒരു രീതിയാണ്. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് വെളുത്ത പൂക്കളെ അല്ലെങ്കിൽ മുല്ലപ്പൂക്കളെയൊന്നും പൂജയ്ക്ക് എടുക്കാതെ ഇരിക്കാറില്ല കേട്ടോ. അതേപോലെ തന്നെ നവരാത്രി സമയത്തൊക്കെ ഓരോ ദിവസങ്ങളിലും ഓരോ ദേവീഭാവങ്ങളെയാണ് ആരാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വെളുത്ത വസ്ത്രത്തിലുള്ള ഭഗവതിമാർക്ക് വെളുത്ത പൂക്കൾ കൊണ്ടാണ് അർച്ചന ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ മുല്ലപ്പൂക്കൾ പെടും. അതുകൊണ്ട് വൈകിട്ടാണ് അല്ലെങ്കിൽ സന്ധ്യാസമയത്താണ്, രാത്രിയിലാണ് എന്ന് വിരിയുന്നത് കൊണ്ട് മുല്ലപ്പൂക്കളെ അർച്ചനയ്ക്ക് എടുക്കാതെ ഇരിക്കാറില്ല കേട്ടോ. പല ക്ഷേത്രങ്ങളിലും അർച്ചനയ്ക്കായിട്ട് മുല്ലപ്പൂക്കൾ ഉപയോഗിക്കാറുണ്ട്.